നമസ്കാരം, എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സൂപ്പർ സ്റ്റാറിന്റെ ഒരു പുത്തൻ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പൊ ഞങ്ങള് പുതിയ റൗണ്ട്സ് ഒക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഭയങ്കര എക്സൈറ്റഡ് ആണ്, കാരണം 2 പുതിയ നല്ല റൗണ്ട്സ് ആണ്. ഏതൊക്കെയാണെന്ന് നമുക്ക് വഴിയെ പരിചയപ്പെടാം. അപ്പൊ ഓരോ റൗണ്ട്സിലും ഓരോരോ വ്യത്യസ്തമായിട്ടുള്ള കുറെ നല്ല പാട്ടുകളൊക്കെ ആയിട്ടാണ് നമ്മുടെ കുട്ടികൾ വന്നിട്ടുള്ളത്. അപ്പൊ ഇത്തവണയും അതുപോലെ കുറെ നല്ല പാട്ടുകളുണ്ട്. അപ്പൊ അതൊക്കെ കാണാൻ ആരും മറക്കരുത്. സോ വൺസ് അഗൈൻ വെൽക്കം ടു സൂപ്പർ സ്റ്റാർ. ഇറ്റ്സ് വെൽക്കം ഷാനിക ആൻഡ് ഹരിചേട്ടൻ. ഞാൻ ആദ്യമായി ഒരു കോൺസേർട്ടിന് പോയി. പരിപാടിക്ക് വന്നു. ആദ്യമായിട്ട് 25ാമത്തെ വയസ്സിൽ ഞാനൊരു കോൺസേർട്ടിന് പോയി. ആരുടെ ചാനിക്കേടെ ഒന്നും ആയിരിക്കില്ലല്ലോ. അപ്പൊ വരുന്നുണ്ട്, അത് വേറെ നമ്മൾ പൊളിക്കും. അതെന്റെ 2ാമത്തെ കോൺസേർട്ട് ആയിരിക്കും. ഞാൻ പോയത് വേറെ അല്ല, നമ്മുടെ സ്വന്തം ഹരിച്ചേട്ടന്റെ. അടിപൊളിയായിരുന്നു. ഉറപ്പായിട്ടും ഇവൻ എവിടെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ കാണുന്നതാണ് അവിടുത്തെ ചുമ്മാ ഇങ്ങനെ തീയിട്ടിട്ട് ഇങ്ങോട്ട് വരും. അത്രയും അങ്ങ് കത്തിച്ചു കളയാം. ഇപ്പൊ ഈ അടുത്ത് ബാംഗ്ലൂർ പോയിട്ട് അവിടെ ബാംഗ്ലൂർ നശിപ്പിച്ചിട്ട് വന്ന്. ബാംഗ്ലൂർ നശിപ്പിക്കല്ല, മതലിന്റെ അപ്പുറത്തുനിന്ന് അവിടെ ആൾക്കാരൊക്കെ എൻജോയ് ചെയ്യും. അല്ല, കാരണം ഒന്നാമത് എനിക്ക് ഭയങ്കര പ്രചോദനമാണ്. ഒറ്റയടിക്ക് നിന്ന് ഈ പറഞ്ഞ പോലെ ഒരു 3 മണിക്കൂർ ഷോ ഒറ്റയ്ക്ക് ഇവൻ ചെയ്യും. അത് ഒരു ഭയങ്കര, അത് ആ ഫസ്റ്റ് സോങ്ങിലുള്ള എനർജി ലാസ്റ്റ് സോങ് വരെ കീപ്പ് ചെയ്യാന്ന് പറയുന്നത് അതൊരു ഭയങ്കര ബ്ലെസ്സിങ് ആണ്. അതൊരു ഭയങ്കര കാര്യം തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് അടിപൊളി അളിയാ. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്കിപ്പോ നിങ്ങൾ 2 പേരും അവിടെ ഉണ്ടല്ലോ. 3ാമതൊരാള് നമുക്ക് വരണമല്ലോ. അതൊക്കെ ഞാൻ വഴിയെ വിളിക്കാം, റൗണ്ട്സിന്റെ കാര്യങ്ങളൊക്കെ പറയാം. അപ്പൊ എന്തായാലും നിങ്ങൾ ആദ്യം സീറ്റിലേക്ക് പോയിരുന്നു. അപ്പോ നമ്മുടെ 2 ജഡ്ജസും എത്തിയിരിക്കുകയാണ്. ഇനി നമ്മളുടെ മൂന്നാമത്തെ ആളെ ഞാൻ ഇങ്ങോട്ട് വിളിക്കാൻ പോവാണ്. നിങ്ങൾക്ക് ഓരോ തവണ ഒരു ആകാംക്ഷ ഉണ്ടല്ലോ അത് ആരാണെന്ന് അറിയാനായിട്ട്. അത് നീ ആയതുകൊണ്ടാണ്. ആരെയും കൊണ്ടായിരിക്കും വരാന്നുള്ളത് ഓർത്തിട്ടല്ലേ. എനിക്ക് തോന്നുന്നു ഭയങ്കര ഇൻട്രൊഡക്ഷൻ ഒന്നും വേണ്ട, കാരണം നമുക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ള ഒരാളാ. പ്രത്യേകിച്ച് എനിക്കിങ്ങനെ നിങ്ങളുടെ അടുത്തുനിന്നൊക്കെ കഥകൾ കേൾക്കാൻ ഞാൻ ഇങ്ങനെ കൊതിച്ച് കാത്തിരിക്കുകയാണ്. ഓക്കെ, മലയാളത്തിന്റെ ക്ഷണക്കത്ത് സ്വീകരിച്ച് ചെന്നൈയിൽ നിന്നെത്തിയ സംഗീത സംവിധായകൻ ആരാ? നമുക്ക് മനസ്സിലായി. ഓഫ് കോഴ്സ്, വൺ ആൻഡ് ഓൺലി. ആരാ? വൺ ആൻഡ് ഓൺലി ശരത്തേട്ടൻ. യെസ്, അപ്പൊ നമ്മുടെ ശരത്തേട്ടനെ വളരെ സ്നേഹത്തോടെ നമുക്ക് സ്വാഗതം ചെയ്യാം. ശരത് സർ, സാറിന്റെ സൂപ്പർ സ്റ്റാറിന്റെ ഒരു വേദി അല്ലെങ്കിൽ ഈ ഒരു പേരൊന്നും ഒരിക്കലും ഒരു പുതുമയല്ല. ഒരിക്കലും അല്ല. കുറെ ഓർമ്മകളുണ്ട്. അത് മാത്രമല്ല, അമൃത TV ആയിട്ട് പണ്ട് മുതലേ ഒരു പേഴ്സണൽ കണക്ട് ഉള്ള വ്യക്തിയാണ് ഞാൻ. കുറെ സന്തോഷം ഞങ്ങൾക്കും. ഇപ്പൊ ഇത്രയും വർഷം കഴിഞ്ഞ് സൂപ്പർ സ്റ്റാറിന്റെ വീണ്ടും ഇത് തുടങ്ങി കഴിഞ്ഞപ്പോ ശരത് സാർ ഇവിടെ വന്നതിൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം. നമ്മളുടെ കുട്ടികള്, നമ്മുടെ കുഞ്ഞുങ്ങള്, മക്കളെ എല്ലാവർക്കും ഹായ്. താങ്കളക്കാൻ കേട്ട നിങ്ങൾ പല മുഖങ്ങളും എനിക്ക് അറിയാവുന്നതാണ്. അതുകൊണ്ട് നോ ഉടായിപ്പുക, ഒരു വാർണിംഗ് ആണ് തീർച്ചയായിട്ടും. പിന്നെ ഈ 2 അത് ലോക ഉടായിപ്പുകളാണ്. അത് അല്ലല്ല, 2 എന്റെ ചങ്കുകളാണ്. ബേസിക്കലി കള്ളന്മാരാണ്. എങ്കിലും ഷാനാണെങ്കിലും ഇപ്പൊ ഹരിയാണെങ്കിലും കുറെ സന്തോഷം അവരെ. ഇപ്പൊ ഈ അടുത്തും ഞങ്ങള് ഷാനെ കണ്ടില്ല, ഹരിയെ നമ്മളിപ്പോ അടുത്ത് കോഴിക്കോട് കണ്ടതാണ്. എനിക്കൊരു കാര്യം ഇപ്പൊ ഈ ഷാൻ പറഞ്ഞപ്പോഴേ, ഇവൻ ബാംഗ്ലൂരിൽ ഒരു പ്രോഗ്രാമിന് വന്നു. അവിടെ തീ കത്തിച്ചിട്ട് ഇവനാര് ഹനുമാനോ ലങ്ക കത്തിച്ചു. എന്തോന്നേ, ഞാനിത് എനിക്കറിയായിരുന്നു. ഇന്നലത്തെ എന്റെ ഉറക്കം പോയപ്പോഴേ വിചാരിച്ചു. ഞാൻ അത് പെട്ടെന്ന് ആലോചിച്ചില്ല, ലങ്ക പോയി കത്തിച്ചു എന്നൊക്കെ പറയുന്നു. പക്ഷെ ഇവൻ ഇടിവെട്ട് പാട്ടുകാരനാണ്, അതിനൊരു ഡൗട്ടും ഇല്ല. അവന്റെ ഒരു വലിയ ഫാനാണ് ഞാൻ. ഞാന് പക്ഷെ ഇങ്ങനെ നിർത്തി പറയല്ല, എന്നാ ഇരിക്കാടെ. ഞാൻ ഒരുപാട് ആരാധിക്കുന്ന ഒരു മ്യൂസീഷ്യനാണ് ശരത്തേട്ടൻ. ലെജൻഡാണ് ആസ് എ സിംഗർ, മ്യൂസീഷ്യൻ, കമ്പോസർ. അതൊക്കെ
വാക്കുകളില്ല. അത്രത്തോളം എനിക്ക് റെസ്പെക്ട് ഉള്ള ഒരു ആളാണ് എന്റെ മുമ്പിൽ നിൽക്കുന്നത്. സോ വി ആർ പ്രൗഡ് ടു ഹാവ് യു ഓൺ സൂപ്പർ സ്റ്റാർ. ഒരുപാട് സന്തോഷം ചേട്ടാ. ശരത്തേട്ടാ, നമ്മള് കമ്പോസേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, നന്നായിട്ട് കമ്പോസ് ചെയ്യണം. അല്ല അങ്ങനല്ലേ? അതെ, അതൊക്കെ തന്നെ. പക്ഷെ നമ്മളെല്ലാ മ്യൂസിക് ഡയറക്ടേഴ്സിനും കമ്പോസേഴ്സിനും ഒരു വലിയൊരു ടെക്സ്റ്റ് ബുക്കാണ് ഈ നിൽക്കുന്ന ഈ മനുഷ്യൻ. ഈ 5 അടി 3 ഇഞ്ചുള്ള, അതെ, 5 അടി 3 ഇഞ്ചുള്ള ഈ മനുഷ്യൻ. അതായത് എന്താ പറയാ, എന്തോരം പാട്ടുകള് ഏതെങ്കിലും ഒന്നുണ്ടോടാ ഹിറ്റ് അല്ലാത്തത്? ഒന്നുമില്ല. എല്ലാം അന്യായ പാട്ടുകള്. അതിന്റെ ആ സമയത്ത് ഇദ്ദേഹം ചെയ്തു വെച്ച അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത് ഇപ്പൊ കേൾക്കുമ്പോഴും ബ്രാൻഡ് ന്യൂ ആണ്. അതാണ് ശരത്തേട്ടൻ. താങ്ക് യു. അപ്പൊ ശരത്തേട്ട, നമ്മളെല്ലാവരുടെ സൈഡിൽ നിന്നും വെൽക്കം ടു സൂപ്പർ, വെൽക്കം ബാക്ക് ടു സൂപ്പർ സ്റ്റാർ. അങ്ങനെ പറയാം. താങ്ക് യു. ഓക്കെ, അപ്പോ ഇപ്പൊ ഷാനിക്ക പറഞ്ഞ പോലെ വെൽക്കം ബാക്ക് ടു സൂപ്പർ സ്റ്റാർ എന്ന് തന്നെ പറയണം. അപ്പൊ നമുക്ക് ഇനി വഴിയെ ഒരുപാട് കഥകളും കുട്ടികളുടെ പാട്ടും ഒക്കെ അങ്ങനെയാണെങ്കിൽ ഇന്ന് ശരത്തേട്ടൻ കുറച്ച് പാടുപെടും. ഓക്കെ, അപ്പൊ ശരത് സാർ നമ്മുടെ കുട്ടികളെ സാർക്ക് വേണ്ടിട്ട് ഒരു ട്രിബ്യൂട്ട് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതൊന്ന് കേൾക്കാം. സാറിന്റെ സീറ്റ് ഇതാ അവിടെ പോയി പേരും കള്ളന്റെ അടുത്ത്. യാമി പാടുമെൻ്റെ ജീവനാടികളിൽ നാദഗോപുരങ്ങൾ തീർത്ത വേദ പൗർണമിയിൽ പ്രാണപഞ്ചമങ്ങൾ പ്രണവസാന്ദ്രമാകും ആദിബോധസാധകം ആത്മരാഗസമർപ്പണം ഈ സംഗീതം സാഫല്യം സരിഗപദ സഗമപനിസ നിരിഗമദനിരി ഭാവയാമി പാടുമെൻ്റെ ജീവനാടികളിൽ തത്തജം തക്കിട്ടജം കിടതക തരികിടതക തത്തജം തക്കിട്ടജം കിടതക തരികിടതക തത്തജം തക്കിട്ടജം കിടതക തരികിടതക കുതിർന്നാടും പൊന്നിന്നാട ഒന്നൊന്നായഴിഞ്ഞു നിന്റെ നെഞ്ചിൽ ചെണ്ടു മല്ലിപ്പൂവിൽ നേർത്ത ചിലക്കൂമ്പുലഞ്ഞു തത്തജം തക്കിട്ടജം കിടതക തരികിടതക മാലയും മാറോടലിഞ്ഞു മൈ കണ്ണിൽ മാമ്പൂ വിരിഞ്ഞു എഴുതിരി വിളക്കിന്റെ മുന്നിൽ ചിരി തൂകി മലർത്താലം കൊണ്ടുവന്നതാര് എഴുതിരി വിളക്കിന്റെ മുന്നിൽ ചിരി തൂകി മലർത്താലം കൊണ്ടുവന്നതാര് കനകമഞ്ചാടി പോലെ അഴകു തൂകുമേ നേരം ഏതൊരോർമ്മയിൽ നിന്നു നീ ആരെ തേടുന്നു ഗോപികേ കിനാവിലെ മനോഹരേ മായാമഞ്ചലിൽ ഇതുവഴി പോരും തിങ്കളേ കാണാത്തമ്പുരു തഴുകുമൊരു തൂവൽ തിന്നലേ ആരും പാടാത്ത പല്ലവി കാതിൽ വീഴുമീ വേളയിൽ കിനാവി പോൽ വരൂ വരൂ മായാമഞ്ചലിൽ ഇതുവഴി പോരും തിങ്കളേ സപ്പപ്പ സപ്പപ്പ മാതാപരേ മാരി സപ്പപ്പ സപ്പപ്പ
മഗ സരി 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 മാതാ പദ പമ പദ ഗരി സരി 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 ഗമ പമ ഗരി സനി ഗ പമ ഗരി. അനുരാഗമൂലും കിനാവിൽ കിളി പാടുന്നത് അപരാധമാണോ? ഇരുളിൽ വിതുമ്പുന്ന പൂവി നീ വിടരുന്നത് അപരാധമായോ? ഈ മണ്ണിലെങ്ങുമേ ആരുണ്യമില്ലയോ? ഈ വെണ്ണിലെങ്ങുമേ ആലംബമില്ലയോ? നിഴലായി നിലവിൻ മാറിൽ വീഴാൻ വെറുതെ ഒരുങ്ങുമ്പോഴും സപ്പപ്പ സപ്പപ്പ മാതാ പരി മാരി സപ്പപ്പ സപ്പപ്പ പമ പദ പമ ഗരി ഗമ ഗ. കരയാതെ കണ്ണുറങ്ങ് ആതിര കുഞ്ഞുറങ്ങ് മാറോടു ചേർന്നുറങ്ങ് താമരത്തേനുറങ്ങ് കൈവളരാൻ നേരം പദമായിരം വേണം നീ വളരാൻ നേരം കണ്ണായിരം വേണം മാറിട്ടു കണ്ണെഴുതി കിളിപ്പാട്ടു കൊഞ്ചേണം കരയാതെ കണ്ണുറങ്ങ് ആതിര കുഞ്ഞുറങ്ങ്. സൂപ്പർ. താങ്ക് യു. അപ്പൊ നമുക്ക് ശരത് സാറിനോട് തന്നെ ചോദിക്കാം, ഇഷ്ടായോ എന്നുള്ളത്. സാർ, നമ്മുടെ കുട്ടികളുടെ ട്രിബ്യൂട്ട് ഇഷ്ടായോ? പിന്നെ കുറെ സന്തോഷം മക്കളെ, എല്ലാവരും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി, കുറെ സന്തോഷം. അപ്പൊ കുഞ്ഞുങ്ങളെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾ ഈ വേദിയിൽ നിന്ന് സോറി ഇത് ഇടിച്ചതില് അല്ല ഈ ഇടിച്ചത് കുഴപ്പമില്ല, എടോ സ്വർണ്ണാടോ. അയ്യോ, എന്നാ കുഴപ്പമുണ്ട്. അല്ല ഈ വേദിയിൽ നിന്ന് നിങ്ങൾ ഗുണം പിടിച്ച് നിങ്ങളുടെയൊക്കെ ലൈവ് ഷോ ഞങ്ങളൊക്കെ വന്നിട്ട് ഇങ്ങനെ അന്തപ്പെട്ട് കേൾക്കണം. അതാണ് ആഗ്രഹം നമുക്ക്, കേട്ടോ. അത് നിങ്ങൾക്ക് എന്താ പറയുക, നല്ല രണ്ട് ചക്രകളാണ് നിങ്ങൾക്ക് ജഡ്ജിങ് പാനലിലുള്ളത്. അപ്പോൾ അവരെയൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്തോളുക. ഇപ്പോൾ ഹരിയാണെങ്കിലും ഷാനാണെങ്കിലും കുത്തിന് പിടിച്ച് നിർത്തി നിങ്ങൾക്ക് വേണ്ടത് മേടിച്ചോളുക. അല്ലല്ല, അത് ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞാൽ നമുക്ക് പിന്നെ ഒരു അവസരം കിട്ടത്തില്ല, കേട്ടോ. പിന്നെ ഒരു നമ്പർ തന്നിട്ട് വിളിക്കുമോ, നമ്മൾ അതൊക്കെ ചുമ്മാതാ. ഇവിടെ ഉള്ളപ്പം മുതലാക്കിക്കൊള്ളുക, കേട്ടോ മക്കളെ. ഇവരൊന്നും ഞാൻ വിളിച്ചാലേ എടുക്കത്തില്ല, ഇന്നലെ വാക്ക് എടുക്കത്തില്ല. അപ്പോൾ നിങ്ങൾ എല്ലാവർക്കും, ഈ പാടിയ കുഞ്ഞുങ്ങൾക്കും പാടാത്ത കുഞ്ഞുങ്ങൾക്കും എല്ലാ നന്മയും ഉണ്ടാകട്ടെ എന്ന് ഈ ഒരു അവസരത്തിൽ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പൊ നമുക്ക് കോമ്പറ്റീഷൻ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്താലോ? അതിന് മുന്നേ കുറച്ച് കാര്യങ്ങളുണ്ട്. ഷാനിക്ക, ശരത് സർ, ഹരിച്ചേട്ടാ, നമുക്ക് പുതിയ ഷെഡ്യൂളാണ്. അപ്പൊ പുതിയ 2 റൗണ്ട്സ് ആണ്. നമുക്ക് ഫസ്റ്റ് റൗണ്ട് വരുന്നത് നമ്മുടെ ഇളയരാജ സാറിന്റെ ഹിറ്റ്സ് ആയിരിക്കും. അതിന് നമ്മൾ പേരിട്ടിട്ടുള്ളത് ഇളയരാഗങ്ങൾ. ഓക്കെ, യെസ്. അപ്പൊ അതാണ് നമ്മുടെ ആദ്യത്തെ റൗണ്ട്. സെക്കൻഡ് റൗണ്ട് വന്നിട്ട് മില്ലേനിയം ബീറ്റ്സ് എന്ന് പറഞ്ഞിട്ടാണ്. അതായത് 2000 അല്ലെങ്കിൽ 2000 ശേഷമുള്ള സോങ്സ് ആയിരിക്കും നമ്മൾ പാടുന്നുണ്ടാവുക. ഓക്കെ, ഇനി വേറൊരു ട്വിസ്റ്റ് ഉണ്ട്. 3 പേരും മാർക്ക് ഇടണമല്ലോ. നമ്മള് ഷാനിക്കയുടെയും ഹരിച്ചേന്റെയും മാർക്സ് മാത്രമായിരിക്കും ഇത്തവണ പറയുന്നുണ്ടാവുക. സാർ നേരത്തെ പറഞ്ഞ പോലെ സാറിന്റെ മാർക്ക് നമ്മൾ ഒളിപ്പിച്ചു വെക്കും. അപ്പൊ നന്നായിട്ട് പാടാ. സാറിന്റെ കമന്റ്സ് ഒക്കെ മാർക്സ് മാത്രം നമ്മൾ ഹൈഡ് ചെയ്ത് അതിനകത്ത് വെക്കും. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം, സ്റ്റാർട്ട് ചെയ്യാം. റെഡി ശരത് സാർ? ഓൾ ദി ബെസ്റ്റ് പാറു. താങ്ക് യു. ഫസ്റ്റ് തന്നെ നമ്മുടെ ബദ്രിയാണ് പാടാൻ വരുന്നത്. ഇളയരാഗങ്ങൾ റൗണ്ടിലാണ്. സോ ലെറ്റ്സ് വെൽക്കം ബദ്രി.
பெண்மை இன்றி மண்ணில் இன்பம் ஏதடா கண்ணை மூடி கனவில் வாழும் மானிடா மண்ணில் இந்த காதலன்றி யாரும் வாழ்தல் கூடுமோ எண்ணம் கன்னி பாவையின்றி 7 ஸ்வரந்தான் பாடுமோ பெண்மை இன்றி மண்ணில் இன்பம் ஏதடா கண்ணை மூடி கனவில் வாழும் மானிடா வெண்ணிலாவும் பொன்னி நதியும் கன்னியின் துணையின்றி என்ன சுகம் இங்கு படைக்கும் பெண்மையின் சுகமன்றி சந்தனமும் சங்கத்தமிழும் பொங்கிடும் வசந்தமும் சிந்தி வரும் பொங்குமாமுதம் தங்கிடும் குமுதமும் கன்னி மகள் அருகில் இருந்தால் சுவைக்கும் கன்னி துணை இழந்தால் முழுதும் கசக்கும் விழியினில் மொழியினில் நடையினில் உடையினில் அதிசய சுகந்தரும் வணங்கிவள் பிறப்பிதுதான் மண்ணில் இந்த காதலன்றி யாரும் வாழ்தல் கூடுமோ எண்ணம் கன்னி பாவையின்றி 7 ஸ்வரந்தான் பாடுமோ முத்துமணி ரத்தினங்களும் கட்டிய பவளமும் கொத்துமலர் அற்புதங்களும் குவிந்த அதரமும் சிற்றிடையும் சின்ன விரலும் வில்லேனும் குருவமும் சுற்றி வரச் செய்யும் விழியும் சுந்தர மொழிகளும் எண்ணிவிட மறந்தால் எதற்கோர் திரவி இத்தனையும் இழந்தால் அவன்தான் துறவி முடி முதல் அடிவரை முழுவதும் சுகம் தரும் விருந்துகள் படுத்திடும் அரங்கமும் அவள் அல்லவா மண்ணில் இந்த காதலன்றி யாரும் வாழ்தல் கூடுமோ எண்ணம் கன்னி பாவையின்றி 7 ஸ்வரந்தான் பாடுமோ பெண்மை இன்றி மண்ணில் இன்பம் ஏதடா கண்ணை மூடி கனவில் வாழும் மானிடா மண்ணில் இந்த காதலன்றி யாரும் வாழ்தல் கூடுமோ எண்ணம் கன்னி பாவையின்றி 7 ஸ்வரந்தான் பாடுமோ தேங்க்யூ ബദ്രി പുതിയ ഷെഡ്യൂളില് ആദ്യത്തെ പാട്ട് അതും ശരത് സാർ വന്നപ്പോ തന്നെ നമുക്ക് ആദ്യം ശരത് സാറിനോട് തന്നെ ചോദിക്കാം. ഓ ചോദിക്കാം സാർ മനോഹരമായിട്ട് പാടി മോനെ. താങ്ക് യു സർ ബ്യൂട്ടിഫുൾ. ഇതൊരു ചാലഞ്ചിങ് ആണ്. കാര്യം ഈ ശ്വാസം ഒറ്റയടിക്ക് വലിയ ബുദ്ധിമുട്ടാണ് പാടാൻ. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ശ്വാസം എടുക്കുന്ന അറിയുകയും ചെയ്യരുത്. അത് കുഴപ്പമില്ല. അത് മോൻ അത് മാക്സിമം എന്നെക്കൊണ്ട് പറ്റാവുന്നത് അത് ചെയ്തിട്ടുണ്ട്. അത് വലിയ കാര്യം. പിന്നെ മോനെ എനിക്ക് തോന്നിയ ഒരു കാര്യം, അത് ഞാൻ പറയുന്ന ഒന്നും നിങ്ങൾ ഈ ഡയറക്റ്റ് ഹൃദയത്തിലേക്ക് എടുക്കരുത്. ഹൃദയത്തിൻ്റെ തൊട്ട് മുകളിൽ വെച്ചാൽ മതി കേട്ടാ. ഈ കൂടുമോ എന്നുള്ള സംഗതിയില്ലേ, അത് കുറച്ചും കൂടെ പെർഫെക്റ്റ് ആകാമായിരുന്നു കേട്ടോ മോനെ. ഞാൻ പറഞ്ഞ മനസ്സിലായോ? പിന്നെ മോനെ കുറച്ചും കൂടെ വായ തുറന്ന് പറയാം അക്ഷരങ്ങൾ. അപ്പോൾ കുറച്ചും കൂടെ ക്ലാരിറ്റി ഉണ്ടാവും കേട്ടോ. അതിൽ വിബ്രാട്ടോ യൂസ് ചെയ്യേണ്ട സ്ഥലത്തൊക്കെ യൂസ് ചെയ്യണം. അത് നമുക്ക് കുറേയും കൂടെ എന്താ പറയണ്ട, ആ പാട്ടിനൊരു കുറച്ചും കൂടെ ഫീൽ ഇമോട്ട് ചെയ്യും. അപ്പോൾ അത് മോനെ അത് നോക്കണം. ഇപ്പം പെൺമയിன்றி മണ്ണിൽ ഇൻപമേതടാ എന്നുള്ള പാടാമോ?
പെൺമയിன்றி മണ്ണിൽ ഇൻപം ഏതടാ അവൻ ഉണ്ടാ ഉണ്ടാ ഏതടാ നീരിരാ ഏതടാ ഏതടാ. അത് അധികമായിട്ട് പറപ്പിക്കണ്ട, കുറച്ച് ആവശ്യത്തിന്. നമ്മൾ ഉപ്പ് പാകത്തിന് എന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ. പിന്നെ മോനെ ഈ ഫസ്റ്റ് ഈ അനുപല്ലവി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ചരണം തുടങ്ങി കുറച്ച് ടെമ്പോ കുറച്ച് ഒരു പിടുത്തം കിട്ടിയില്ല. എന്ത് പറ്റി? അത് ശ്വാസം എടുക്കണ്ട. ഓ, അതിന്റെ ടെൻഷനിലായിരുന്നു കുഞ്ഞ്. ശ്വാസം ഇൻ ബിറ്റ്വീൻ എടുക്കണം. അല്ല, ശ്വാസം എടുക്കണം മോനെ, അല്ലെങ്കിൽ നമ്മൾ തട്ടിപ്പോകത്തില്ല. ശ്വാസം എടുത്തോണം കൃത്യസമയത്ത് കേട്ടോ. പാട്ടൊക്കെ അവിടെ കിടക്കട്ടെ, അതൊന്നും കാര്യമില്ല. പിന്നെ മോനെ സെക്കൻഡ് ചരണം എനിക്ക് അത് വളരെ ഇഷ്ടപ്പെട്ടു. മോൻ പാടിയത് ബ്യൂട്ടിഫുൾ ആയിരുന്നു. മുത്തുമണിരത്തിനങ്ങളും കട്ടിയ പവളമും കൊത്തുമലർപ്പുതങ്ങളും കുവിന്താതരമും സിറ്റിടയും സിന്ന വിരലും വില്ലേനും കുരുവമും സുற்றி വരച്ചെയും വിഴിയും സുന്ദരമൊഴികളും എന്നിവിട മറந்தாൽ എതற்கோர் திறவி ഇത്തനെയും ഇഴந்தாൽ അവൻ താൻ തുറവി മുടി മുതൽ അടിവரை മുഴുവതും സുഖം തരും വിരുന്നുകൾ പഠിത്തിടും മരങ്കമും അവളല്ലവാ. അതുപോലെ മോനെ ഈ അനുപല്ലവിയുടെ ചരണത്തിന്റെ എൻഡ് എന്താ ആ നോട്ട് കൃത്യം ഹിറ്റ് ചെയ്താൽ കുറേയും കൂടെ ബ്യൂട്ടിഫുൾ ആയിരിക്കും. അത്രേ ഉള്ളൂ. പക്ഷെ ചക്ര വൃത്തിയായിട്ട് പാടി കേട്ടോ. ഓൾ ദി ബെസ്റ്റ് മോനെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ശരത് സർ. ബദ്രി ഓ സർ, അടിപൊളിയായിട്ട് പാടുക. താങ്ക് യു സർ. ഈ പറഞ്ഞ പോലെ ഈ പാട്ട് സെലക്ട് ചെയ്യണമെങ്കിൽ ഒരു ധൈര്യം വേണം. അതെ, ഒട്ടും അപകടം ഇല്ലാത്തൊരു പാട്ട്, വളരെ സിമ്പിൾ. അത് ഒട്ടുമിക്ക സ്ഥലങ്ങളിലൊക്കെ ബദ്രി വളരെ സ്മാർട്ടായിട്ട് മാനേജ് ചെയ്തിട്ടുണ്ട് കേട്ടോ. താങ്ക് യു സർ. പിന്നെ ശരത്തേട്ടൻ പറഞ്ഞതിന്റെ അപ്പുറത്ത് എനിക്കൊന്നും പറയാനില്ല. പിന്നെ ഇത് പാട്ട് പാടാൻ പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് മോനെ ഈ പാട്ട്. പക്ഷെ ചരണം ഇറ്റ് വാസ് ബ്യൂട്ടിഫുൾ. താങ്ക് യു സർ. താങ്ക് യു. സാധ്യം. താങ്ക് യു സർ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ഷാനിക്ക. ഹരിചേട്ടാ നന്നായിട്ട് പാടി ബദ്രി, നന്നായിട്ട് ഓവറോൾ നന്നായിട്ട് തന്നെ പാടി. ബദ്രിയുടെ ഒരു ബെറ്റർ പെർഫോമൻസ് ആയിരുന്നു. കഴിഞ്ഞ ഷെഡ്യൂളിനേക്കാളും കുറച്ചുകൂടി പിച്ചിങ് ഒക്കെ അത്യാവശ്യം എന്തോ പറ്റിയിട്ടുണ്ട്. എനിക്കൊന്ന് കഴിഞ്ഞ പ്രാവശ്യത്തെ എന്തോ എല്ലാം മറ്റേ ഷാർപ്പും ഫ്ലാറ്റും ആയിരുന്നു. ഇത്തവണ കുഴപ്പമില്ല, 2-3 ഫ്ലാറ്റേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ മൊത്തം. അതെ. പിന്നെ എനിക്ക് തോന്നി മോനെ ഈ ഇങ്ങനത്തെ ഈ ബ്രത്ത്ലെസ് പോലത്തെ ഇതൊക്കെ പാടുമ്പം എവിടെയാണ് നമ്മൾ ബ്രത്ത് എടുക്കേണ്ടതെന്നുള്ളതൊന്ന് നോട്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ശീലമാവും ആ പാട്ടിൽ. ഇപ്പോൾ SPB സാറിൻ്റെ ഒക്കെ ലൈവിൽ ഞാനത് കേട്ടിട്ടുണ്ട്. സാറ് പാടുമ്പോൾ നമുക്ക് അറിയുപോലും ഇല്ല ഇതെങ്ങനെ ബ്രത്ത് എടുക്കുന്നതെന്ന്. അപ്പോൾ അത് ഏതൊക്കെ പോർഷനിൽ അങ്ങനെ പ്രാക്ടീസ് ചെയ്തായിരുന്നോ ബദ്രി? ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടിപൊളി. പക്ഷെ ഒരുപാട് പ്രാവശ്യം ബ്രത്ത് എടുക്കുന്ന പോലെ തോന്നി. അങ്ങനെ അല്ലാതെ ഇതിലൊരു 3 ബ്രത്ത് മതി എന്നുള്ളൊരു രീതിയിൽ ട്രെയിൻ ചെയ്ത് അത് എവിടെയാണ് എടുക്കേണ്ടത് എന്നുള്ള റൈറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലം കണ്ടുപിടിച്ച് അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് നോക്ക്. അപ്പം കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മളത് ഭയങ്കര ഫ്ലോയിൽ പാടാൻ പറ്റും ഈ പാട്ടൊക്കെ കേട്ടോ. എന്തായാലും ഈ പാട്ട് എടുത്തോണ്ട് വന്നതിന് ഒരു വലിയ കയ്യടി. കാരണം ഭയങ്കര പാടാണ് ഇത് പാടി ഫലിപ്പിക്കാൻ. അപ്പം ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു ഹരിചേട്ടാ. ബദ്രി, ഇനി മാർക്സ് അറിയാം. ഓക്കെ, 2 മാർക്സ് മാത്രം. ഷാനിക 8.5. താങ്ക് യു സർ. താങ്ക് യു ഷാനിക. ഹരിചേട്ടാ സെയിം മാർക്സ് ആണ്, 8.5. ഇനി നമുക്ക് ആ മാർക്ക് ഒന്ന് ഒളിപ്പിച്ച് വെക്കാം. അതെ, എനിക്ക് അതേ മാർക്കാണ്, പക്ഷെ ഞാൻ പറയില്ല. ചുമ്മാ അതൊന്നും അല്ല, ഞാൻ ചുമ്മാ ഒരു നിങ്ങളെ സന്തോഷിക്കട്ടെ എന്ന് വിചാരിച്ച ഞാനൊരു ചിലപ്പം. അപ്പൊ സന്തോഷിക്കാനുള്ള മാർക്കൊന്നും ഇല്ലെന്ന് മക്കളെ ഇല്ല, എന്നിട്ട് സന്തോഷിക്കാം കേട്ടോ. ഓൾ ദി ബെസ്റ്റ് മക്കളെ. താങ്ക് യു സർ. താങ്ക് യു. താങ്ക് യു സാർ. അപ്പോൾ ഇപ്പോൾ 17 മാർക്സ് ആണ് ബദ്രിക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി സാറിന്റെ മാർക്സ് നമുക്ക് ഈ ഷെഡ്യൂളിന്റെ ലാസ്റ്റ് അറിയാം. ഓക്കെ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. ഇളയരാഗങ്ങൾ ഹിറ്റ്സ് പൊളിച്ചു. ഇനി അടുത്ത മിലീനിയം നമുക്ക് അടിപൊളിയാക്കണം. ഓക്കെ, പോയി പ്രാക്ടീസ് ചെയ്തു. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് റൗണ്ടിലേക്ക് പോയാലോ ശരത് സർ? പിന്നെന്താ, പക്ഷേ പോകാമല്ലോ. പോണേന് മുന്നേ ചെറിയൊരു കൗതുകത്തിന്റെ പുറത്ത് ചോദിച്ചോട്ടെ. ഈ ശരത് സർ, ഞാനിങ്ങനെ വന്നതിന് മുന്നേ ജസ്റ്റ് ഇങ്ങനെ വിക്കിപീഡിയ ഒക്കെ ഇങ്ങനെ നോക്കിയത്, ജസ്റ്റ് വെറുതെ. നല്ലതാ. പേരിലെന്താ 2-6 വന്നേക്കുന്നേ? അല്ല, ആ സമയത്തൊക്കെ കേരളത്തിൽ മഴ കുറവായിരുന്നു. ഇപ്പൊ എന്റെ പേരിലെങ്കിലും 6 ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചു. അല്ല, ഞാനൊരു കാര്യം പറയാം. അതിന്റെ സത്യാവസ്ഥ പറയാം. എന്റെ പേര് ഒറിജിനൽ നെയിം സുജിത്താണ്. സുജിത്ത് വാസുദേവൻ. ഇല്ല, ഞാൻ ഹിസൈൻ അബ്ദുള്ളയിലൊക്കെ പാടി ഞാൻ. അപ്പൊ ആ രാജാവിന് വേണ്ടി പാടിയേക്കുന്നത് ഞാനാ. അതിന് യോഗ്യനായിട്ട് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ രാജാവിന് പാടാൻ
അത് സുജിത്ത് തന്നെ രാജാവ് എന്ന് പറഞ്ഞിട്ട് ആ പാട്ട് അത് പാടിയതിന് ശേഷം എന്നാൽ ലാലേട്ടൻ്റെ പടം അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പ്രൊഡക്ഷൻ ആണെന്ന് തോന്നുന്നു. അപ്പം ഇനി മുഴുവൻ പാട്ടും മലയാള സിനിമയിൽ ഞാനായിരിക്കും. എങ്ങനെ മാനേജ് ചെയ്യും ഞാനിങ്ങനെ ആലോചിച്ചു. അത് ഇത്രയും പാട്ട് പറ്റത്തില്ലല്ലോ. അപ്പം ഞാൻ ടെൻഷനായിട്ട് എനിക്ക് ഉറക്കം നഷ്ടപ്പെട്ടു. എല്ലാവരും വിളിച്ചാലും ഞാൻ അങ്ങനെ പാടും. അപ്പൊ വേറെ ആരൊക്കെങ്കിലും നമുക്കത് ഷെയർ ചെയ്ത് കൊടുക്കണം. അത് ആരൊക്കെ എന്നൊരു ലിസ്റ്റൊക്കെ ഉണ്ടാക്കി വെച്ചു. ഒരു മനുഷ്യൻ വിളിച്ചിട്ടില്ല. ആയിരുന്നു ചെയ്ത്. അപ്പൊ ന്യൂമറോളജി വെച്ചിട്ട് മാറ്റിയതാണ് ഈ RR വന്നത്. എന്തായാലും അങ്ങനെ നമ്മൾ പേര് മാറ്റിയല്ലോ. മാറ്റിയതിന് ശേഷം എന്തൊക്കെയായിരുന്നു ലൈഫില്? മറ്റേനേക്കാളും സ്ലോ ആയിരുന്നു. ഇതെന്താ സുജിത്തായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട് പലവട്ടം. അങ്ങനെ ഞാൻ പലതവണ എന്റെ ബാത്റൂമിൽ കയറി ഇന്ന് കരഞ്ഞിട്ടുണ്ട്. കണ്ണാടി നോക്കി സുജിത്തേന്ന് ഇടയ്ക്ക് വിളിക്കാറുണ്ട്. അല്ല, എന്റെ കൂടെ പഠിച്ച ചിലരൊക്കെ ഇപ്പോഴും എന്നെ സുജിത്ത് എന്ന് തന്നെ വിളിക്കുന്നത്. ഒരു മഹസും ഷാ ഉണ്ട് ബഹറിൽ, അവൻ സുജിത്ത് എന്നേ വിളിക്കും, അവന് ശരത്ത് എന്ന് വിളിക്കത്തില്ല. പിന്നെ എന്നെ തേച്ചിട്ട് പോയ 1-2 പെൺകുട്ടികൾ അവരും എന്നെ സുജിത്ത് എന്നാ വിളിക്കുന്നത്. അല്ല, അവള് സത്യം പറയാമല്ലോ, അവരും സുജിത്ത് എന്നല്ലേ വിളിക്കുന്നത്. ഏട്ടാ ഒന്നുമില്ല, അത് മാത്രം. തേച്ചിട്ട് എന്തോ നേട്ടാ. ഓക്കെ, അപ്പൊ എന്തായാലും അടുത്ത റൗണ്ടിലേക്ക് പോവാം. മില്ലേനിയം ബീറ്റ്സ് ആണ് പാടാൻ വരുന്നത് നമ്മുടെ ധ്രുവ മോള. ഓക്കെ, സോ ലെറ്റ്സ് വെൽക്കം ധ്രുവ. ജനാലകൾ തുറന്നിടുന്നതാരാണോ? വിമുഖമാ വിപഞ്ചിയിൽ വിരൽ തൊട്ടതാരാണോ? ഇരാത്തോവരാലെ മുടി മെല്ലെ മെല്ലെ തലോടി മയക്കുന്ന കാറ്റിന്റെ കൈകളും കിനാവിലെ ജനാലകൾ തുറന്നിടുന്നതാരാണോ? വിപഞ്ചിയിൽ വിരൽ തൊട്ടതാരാണോ? പുടവകളണിയുകയായി നീലക്കണ്ണിന്റെ കണ്ണാടിയിൽ നോക്കി മതിവരവോളം പൊൻപീലിപ്പൂ ചൂടാൻ ഞാൻ രാവിലെ നീലാവിനി ഇന്നെണ്ണച്ചായം മുക്കി വർണ്ണങ്ങൾ ചേർക്കുമോ? കിനാവിലെ ജനാലകൾ തുറന്നിടുന്നതാരാണു? വിമുഖമാ വിപഞ്ചിയിൽ വിരൽ തൊട്ടതാരാണോ? വിരിയും പുഴയരികിൽ ചെറുകുളിരലകൾ തൻ പായ പനിമതി മുഖപടം നീക്കി കരിമിഴിതളെഴുതുകയായി ഈറൻ തണ്ടിന്റെ ചെല്ലക്കുഴലൂതി ഇതുവഴി പോകും പൊന്നാവണി പൂങ്കാറ്റി നാളെയും പൂവാടിയിൽ പൊന്നൂഞ്ഞാലിലാടാനും പാടാനും
വാതിലുകൾ തുറന്നിടുന്നതാരാണോ വിമുഖമാ വിപഞ്ചിയിൽ വിരൽ തൊട്ടതാരാണോ ധ്രുവ, നല്ല സോങ് സെലക്ഷൻ ആയിരുന്നു. താങ്ക് യു. ശരത് സാർ. മക്കളെ കുഞ്ഞേ സുഖാണോ? സുഖം. ആഹാ, എന്ത് രസം കേൾക്കാൻ. മക്കളെ കുസൃതി ചോദ്യങ്ങളുടെ ഒരാളാണല്ലേ? അതെ. വല്ലതും വെച്ചിട്ടുണ്ടോ കയ്യില്? ഉണ്ടാവും സാർ, ലിസ്റ്റ് കുറേ ഉണ്ട്. ആണോ? എന്നാ ഒരെണ്ണം ആവാം തുടക്കം. ചിക്കൻ ഗുനിയും ചപ്പാത്തിയും തമ്മിലുള്ള വ്യത്യാസം എന്താ? എനിക്കറിയായിരുന്നല്ലോ. ചിക്കൻ തുനിയും ചപ്പാത്തിയും തമ്മിലുള്ള വ്യത്യാസം. ഞാൻ പറയട്ടെ, എനിക്കറിയാം. മറ്റേ ചപ്പാത്തി പരത്തില്ല കൊതുക്, ചിക്കൻ കുനിയ കൊതുക് പരത്തും, അതല്ലേ? എടാ കുസൃതി കുട്ട, ആസാദ്യം കേട്ടാ. നമ്മള് വിചാരിച്ചോണോ? അല്ലേ, അല്ല, എനിക്ക് ടെൻഷൻ ഇവിടെ വരുമ്പോഴാ ഇതൊക്കെ ഉത്തരം പറയണല്ലോ ആരെങ്കിലും. മക്കളെ നന്നായിട്ട് പാടും. എന്തെങ്കിലും അവസരപ്പിച്ചിട്ടുണ്ടാച്ചൊരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടൊരു പാട്ടാണ് മോളെ ഇത് കേട്ടോ. വളരെ സുന്ദരമായ ഒരു പാട്ടാണ്, എനിക്ക് കുറെ ഇഷ്ടമുള്ള ഒരു പാട്ടാണ്. അപ്പം മോളെ കൊണ്ട് പറ്റുന്ന വിധത്തിലൊക്കെ കുഞ്ഞ് പാടിയിട്ടുണ്ട്. കുഞ്ഞിന് എനിക്ക് തോന്നുന്ന ആ പായത് ആ തുടക്കമാണ്. ആ ശ്രുതി ഒന്ന് തരുമോ? ചുമ്മാ ഇരിക്കുകയാണെങ്കിൽ, ഫ്രീ ആണെങ്കിൽ അത് കേൾക്കാൻ വയ്യ. ഒന്ന് ആ കീബോർഡൊന്ന് ആ കുഞ്ഞിന് അത് ഇല്ലാത്തപ്പോ ആവില്ലെന്ന്. അത് കുഴപ്പമില്ല മോളെ, അത് ഇപ്പൊ ഈ കുഞ്ഞല്ലേ നീ. ഇപ്പൊ എത്ര വയസ്സായി? 2.5 3? 10 വയസ്സ്. മുതിർന്ന സ്ത്രീയാണപ്പോ. ഓക്കെ മോക്ക് അതാ എനിക്ക് തോന്നിയത് കേട്ടോ. ആ പഞ്ചമം ലോ പഞ്ചമമാണ് മോക്കൊരു ആപ്പായിട്ട് തുടക്കം മുതലേ മോളെ പിന്തുടർന്നത്. പനാവിലെ പനാൽ, അത് പായാണ് സ്വരം കേട്ടോ, അതുകൊണ്ട് പാടിയതാണ്. പിന്നെ മോളെ അതുപോലെ ഈ ഇതിനകത്ത് എന്താ പറയണ്ട, ഒരു ആ നോട്ട്സൊക്കെ ഇപ്പോൾ നിലാ തൂവലാലെ അല്ലേ, അത് കഴിഞ്ഞ് വരുന്നതൊക്കെ അതിന് ആ നോട്ട്സിനൊരു ക്ലാരിറ്റി വേണം മോളെ. അത് മോക്ക് അത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഫസ്റ്റ് പല്ലവി പാടും. കുഴപ്പമില്ല മോളെ, അതൊരു വലിയ തെറ്റല്ല, എങ്കിലും പറഞ്ഞു എന്നേ ഉള്ളൂ. ക്രോമാറ്റിക് ഒക്കെ വരുമ്പോഴും മോൾ അതിൻ്റെ നമ്മൾ എന്താ പാടുന്നതെന്നുള്ള ഒരു ധാരണ എപ്പോഴും മനസ്സിലുണ്ടാകണം കേട്ടോ. ആ സമയത്ത് മറ്റേ കുസൃതി ചോദ്യം ആലോചിച്ചുകൊണ്ടിരിക്കരുത്. ചിക്കൻ കുനിഞ്ഞെന്നും ഒക്കെ പറഞ്ഞാൽ ആ ഒരു കാര്യമില്ല. അപ്പം മോളെ അതാണ്. പിന്നെ ഇതിൽ ഒരു ട്രിക്കി ആയിട്ടുള്ള ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അനുപല്ലവി ചരണവും തുടങ്ങുന്നു. ഒന്ന് തള്ളിയാണ്. എന്നാൽ രണ്ടാമത്തെ അല്ലേ? അപ്പം അത് നോക്കി നിൽക്കണ്ടേ? ആ സമയത്ത് മോള് ഒരു അക്ഷരം ലേറ്റായി പോയി കഴിഞ്ഞാൽ തീർന്ന പരിപാടി. അത് എവിടെയും കൊണ്ട് കൊള്ളിക്കാനും പറ്റത്തില്ല. എന്തു പറ്റി? അത് രണ്ടും ഈ അനുപല്ലവിൽ ഞാൻ വരച്ച എൻ്റെ കുഞ്ഞെ, ഞാനുള്ള അമ്മച്ചി വീട്ട് ദേവിക്കൊക്കെ കോഴി 2 നേർന്നു. അടുത്ത ശരിയാവണേ. അപ്പോൾ ചുമ്മാ അത് ചെറിയ ചിക്കൻ കുഞ്ഞായിട്ടങ്ങ് നിന്നു. മക്കളതൊന്ന് പാടാമോ നമുക്ക്? അത് ജനങ്ങളെ കാണിക്കണ്ടേ, കുഞ്ഞിനിത് അറിയാമെന്ന്. കൊടുക്കൂ ഗുരു. 1 2 3 4. അയ്യോ, 1 2 3 4. 1 2 3 4 ഹായ്. Come on. Okay. ഞാൻ റെഡി തുടങ്ങിക്കത്തു. നമ്മളെ തകയായി. 2 3 4 1. ഇപ്പോഴും 1.5. 2 3 4 1. ഓക്കെ, ഇനി മോളെ ആ ചരണം കൂടി ഒന്ന് പാടിക്കേ. സെയിം സാധനം. 1 2 3 4 3 4 1. 1 2 3 4 1. ഒരക്ഷരം തള്ളി മക്കളെ. 1 2 3 4 1. സുരഭികൾ വിരിയും പുഴയരികെ. ഇനി പാടണം. ആ ചുമ്മാ പാട്. പാട്ട് കോമ്പറ്റീഷൻ അല്ലേ? പാടിക്കോ മക്കളെ. അതിന്റെ ബാക്കി പാടിക്കോ. മുഖപടം നീക്കി കരിമിഴിതളെഴുതുകയായി
കരിമിഴിതളെഴുതുകയായി കരിമിഴിതളെഴുതുകയായി അല്ലേ? അപ്പൊ മായും പായും ഒക്കെ നോക്കിക്കോണം കേട്ടോ. മധ്യമോ പഞ്ചമോ തൊട്ടടുത്തല്ലേ കുഞ്ഞിന്, അതായിരുന്നു ആ പായത്. പക്ഷെ മോളെ ബ്യൂട്ടിഫുൾ പാട്ട്, മക്കൾ നന്നായിട്ട് പാടിയിട്ടുണ്ട് കേട്ടോ. ഇത് വലിയ ഭീകരം. ഇതും കൂടെ ശരിയായാൽ അതൊരു ട്രിക്കി ഏരിയ ആണ്. അതും കൂടെ കൃത്യമായിട്ട് പാടിയാൽ നമ്മൾ അപ്പോഴേ എണീറ്റ് നിന്ന് കൈയടിച്ച് ഞാൻ ഇറങ്ങി പോയാനെ ഇവിടെ. ടു ബി വെരി ഫ്രാങ്ക്, ഞാൻ ഓടിയാനെ ഇവിടെ. പക്ഷെ അത് മോള് പാടിയതുമില്ല, അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ ഇല്ല, ഈ പോത്തേ ഇല്ല. ഓൾ ദ ബെസ്റ്റ് ചക്കരെ. ഔസറിന്റെ ഒരു ഉഗ്രം പാട്ട്. ധ്രുവ, ട്രൗസറോ? അല്ലല്ലേ, ഞാൻ അങ്ങനെ കേട്ടത്. ഈ ചിലപ്പോൾ അദ്ദേഹം സെക്സിയായിട്ട് മറ്റേ വേഷം ഇട്ട് നടക്കുന്നുണ്ട്, ട്രൗസർ ഒന്നും ആക്കിയതാണോ? അല്ല, ഞാൻ കേട്ട അങ്ങനെ ട്രൗസറിന്റെ ഒരു മനോഹരമായിട്ടുള്ള പാട്ട്. ഔസർ ബച്ചൻ സാറിന്റെ ഔസർ ബച്ചൻ സാറിന്റെ മനോഹരമായ ഒരു ഗാനം മോള് നന്നായിട്ട് പാടി കേട്ടോ. ഒന്ന്, മോളുടെ ശബ്ദത്തിന് വളരെ ആപ്റ്റ് ആയിട്ടുള്ള സോങ് സെലക്ഷൻ ആയിരുന്നു. തൊണ്ട ഡ്രൈ ആയ മോളുടെ കുറെ ഭാഗങ്ങളൊക്കെ സാധാരണ ധ്രുവയിൽ കാണാത്ത പ്രശ്നങ്ങളാണ് ഇന്ന് നമ്മൾ കണ്ടത്. അല്ലെങ്കിൽ ബ്രില്യന്റ് ആയിട്ട് ഇവിടെ വന്നിട്ട് പാടിയിട്ട് പോകുന്നതാ. ഇന്ന് എന്തോ അല്ല, അത് എന്താണെന്നുള്ള കാരണം എല്ലാവർക്കും അറിയാം. ഈ ഡ്രൈ ആവുന്നതും ടെൻഷൻ അടിക്കുന്നതും ഞാനാണോ മോളെ? തുറന്നു പറയൂ, ജനങ്ങൾ മനസ്സിലായി. ഞാനാണോ അതിന്റെ കാര്യം? മക്കളുടെ തുപ്പല് പറ്റിപ്പോയതിന്റെ കാരണക്കാരൻ ഞാനാണോ? ഫ്ലോറിലോട്ട് കയറുന്ന മുമ്പ് വെള്ളം കുടിക്കാൻ പറഞ്ഞു. സത്യസന്ധമായിട്ട് പറ മോളെ. അതായത് ശരത് സാറിന് പേടിയുണ്ടായിരുന്നു. ശരത് ഞങ്ങൾ കണ്ടാണോ? അല്ലല്ലോ. അല്ലല്ലേ, ആകെ ഉള്ള ധൈര്യം ഞാൻ ഇവിടെ ഇരുന്നത് അല്ലേ മക്കളെ? അയ്യോ അയ്യോ, എനിക്ക് ആ ഒരു ഡ്രൈനസ് കാരണമായിരിക്കാം പല നോട്ട്സും മോൾക്ക് ഹിറ്റ് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ അത് ഡ്രൈനസ് കാരണം ഉണ്ടായതല്ല, ഏത് ഈ ട്രാക്ക് ചെറുതായിട്ടൊന്ന് മാറിയത്. അതൊരു വേറെ സാങ്കേതിക പ്രശ്നങ്ങളാണ്. അതിപ്പോ എന്തായാലും പക്ഷെ മോളിപ്പം ഓൾമോസ്റ്റ് അത് കറക്റ്റ് ചെയ്തിട്ട് മോള് പാടി. പക്ഷെ ഇപ്പൊ പാടിയത് രസമുണ്ടായിരുന്നു. നേരത്തെ മനസ്സിലാക്കിയിട്ട് പാടിയപ്പം അത് ഇറ്റ് വാസ് ആക്ച്വലി ബെറ്റർ നേരത്തെ പാട്ടിൽ പാടിയതിനേക്കാളും കേട്ടോ. ഡീസന്റ് പെർഫോമൻസ് കേട്ടോ. നെക്സ്റ്റ് ടൈം നമുക്ക് ആ പഴയ ധ്രുവ മോളെ വേണം. വെരി ഗുഡ്, ഓൾ ദി ബെസ്റ്റ്. അപ്പൊ ധ്രുവ ഇതിൽ എന്താ പറയാ, എല്ലാം പറഞ്ഞു കഴിഞ്ഞു ശരത് സാറ്. ഒന്നും പറയാനില്ല. ഈ പറഞ്ഞ ഒന്ന് തള്ളി അതൊക്കെ കറക്റ്റ് വരണം. അപ്പൊ ആ തുടക്കം കറക്റ്റ് ആയാലും അത് ബാക്കി കറക്റ്റായിട്ട് പോവുള്ളൂ. പിന്നെ നോട്ട്സ് എന്തൊക്കെയാണെന്ന് മോള് കർണാട്ടിക് പഠിക്കുന്നുണ്ടല്ലോ, ഹിന്ദുസ്ഥാനി ഇതിൽ പഠിക്കുന്നുണ്ടോ? അപ്പം അത് ഹെൽപ്പ് ചെയ്യും. ഇങ്ങനത്തെ സോങ്സ് ഒക്കെ പാടുമ്പം ഏത് നോട്ടാണ്, ഏതാണ് എവിടെ വരുന്നത്, എത്ര കഴിഞ്ഞിട്ടാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്നൊക്കെ കേട്ടോ. അപ്പൊ ഇതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഈ പാട്ടിൽ. ഈ പാട്ട് എളുപ്പമുള്ളൊരു പാട്ടല്ല. അപ്പം കുഴപ്പമില്ല. ഓൾ ദ ബെസ്റ്റ് മോളെ. 7.5. ധ്രുവ, ഈ തരുന്ന മാർക്ക് ഇനി ഒരിക്കലും മേടിക്കരുത് കേട്ടോ. 7. 14.5 മാർക്സ് ആണ് കിട്ടിയിട്ടുള്ളത് ധ്രുവക്ക്. ഇനി നമ്മുടെ ശരത് സാറിന്റെ മാർക്ക് ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സാർ ആ മാസിലുള്ള ഇരുത്തൊക്കെ നോക്കിക്കേ, ഞാൻ അങ്ങ് ഹൈഡ് ചെയ്ത് വെക്കാം. അതൊരു മനസമാധാനം ഉണ്ട്. അത് മാർക്ക് എഴുതി പറഞ്ഞു. ഓക്കെ, അപ്പൊ നമുക്ക് എന്തെങ്കിലും റൗണ്ടിലേക്ക് പോവാം. ഇളയരാഗൽ റൗണ്ടിൽ നമ്മുടെ അർജുനാണ് പാടാൻ വരുന്നത്. സോ ലെറ്റ്സ് വെൽക്കം അർജുൻ. ചിന്നമണി കുയില മെല്ലവരോ മയില ചിന്നമണി കുയില മെല്ലവരോ മയില എங்கே போஞ்சோடி நான் போறேன்
செய்கையில் கல்லாகி போன நானோ கண் பார்த்தாளாவே கை சேரும் காலம் வந்தா தோளோடு தோளாவே உள்ளாக நான் ததடிரோம் வாடி நானும் தேடி நீ அடிக்கடி அணைக்கண்ணு கண்மணி கண்மணி பதில் சொல்லு நீ சொல்லு நீ சின்ன மணி குயில மெல்ல வரும் மயில எங்கே வாஞ்சோடி நான் போறேன் தேடி எங்கே வாஞ்சோடி இல்லாம கேட்டாக்கா பதிலும் சொல்லாம குக்கு என கூவுவது என்னடி கண்மணி கண்மணி பதில் சொல்லு நீ சொல்லு நீ பட்டு துணியுடுத்தி உச்சி மூடி திருத்தி தொட்டு ஆடி எடுத்து எடி நடந்த புள்ள உசேல காத்திலாட என் நெஞ்சும் சேர்ந்தாட உங்கூந்தல் வாசம் பார்த்து எள்ளும் கூத்தாட மாறாப்பு சேலையிலே நூல போல நான் இருக்க ஆனா சாமிய வேண்டுற கண்மணி கண்மணி பதில் சொல்லு நீ சொல்லு நீ சின்ன மணி குயில மெல்ல வரும் மயில எங்கே வாஞ்சோடி நான் போறேன் தேடி எங்கே வாஞ்சோடி இல்லாம கேட்டாக்கா பதிலும் சொல்லாம குக்கு என கூவுவது என்னடி கண்மணி கண்மணி பதில் சொல்லு நீ சொல்லு நீ ஆடி தன்னன்ன தன்னன்ன ஆனனன தன்னன்ன தன்னன்ன എന്നാ പിന്നെ ജഡ്ജ്മെന്റ് ചോദിക്കാം. ചോദിക്കാം ശരത് സർ. മക്കളെ നന്നായിട്ട് പാടി താങ്ക് യു കേട്ടോ. ഇതില് ചിന്നാമണി കുയിലെ മെല്ലെ വരൂ വരൂ മയിലെ വറൂ നാക്കണ്ട, അത് മറ്റേ ജപ്പാൻ മുണ്ട് കയറുന്ന പോലെ ഇരിക്കും കേട്ടോ. അത് നോക്കണം. അറൂ അല്ല രൂ അല്ല, രണ്ടിന്റെ ഇടയ്ക്കാണ് മെല്ലെ വരൂ മയിലെ. അത് മോൻ അത് അപ്പോഴേ മനസ്സിലാവത്തുള്ളൂ, പാടും കേട്ടോ. അതേ ഉള്ളൂ. പിന്നെ തീരി നീനി നീന രാന രാ എന്ന് പാടല്ലേ കേട്ടോ. ഇപ്പം അതിൻ്റെ ഓസിലേഷൻ തൊട്ടടുത്ത നോട്ടാണ് കേട്ടോ മക്കളെ. നീ 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 എല്ലാം നമുക്ക് അതെല്ലാം ഓരോ നോട്ട് വെച്ച് നമുക്ക് ഓസിലേറ്റ് ചെയ്യാം, പക്ഷെ അടുത്തുള്ള നോട്ടാണ് മക്കൾ. അത് എപ്പോഴും നോക്കണം കേട്ടോ. അത് പല്ലവിയിലേ സംഭവിച്ചോളൂ, പിന്നെ നീ മിടുക്കനായി കേട്ടോ. ഇതൊക്കെ പറയുന്നതൊക്കെ മനസ്സിലാവുന്നു ചക്കരെ, നിന്റെ മുഖം കണ്ടാൽ പറയത്തില്ല മോനെ. അതുപോലെ ഇതിലൊരു നല്ല രസമുള്ള ഏരിയ ആണ് ആ കൺമണി കൺമണി, ആ ഗ്ലൈഡ്. നീ താമിയ വേണ്ടിറ കൺമണി കൺമണി ദീ കൺമണിയല്ലേ ഡീ ഘാതകി എന്നാണോ? ഘാതകി ഘാതകി മാടി അതല്ലല്ലോ കൺമണി, സ്നേഹത്തോടെ. ഇങ്ങനെയൊക്കെ. ആ അപ്പൊ മക്കൾ അതൊന്നും പാടാമോ? ആ കൺമണി ഗ്ലൈഡ് നല്ല സ്മൂത്ത് ആയിട്ട് ഇങ്ങോട്ട് വരട്ടെ. கண்மணி கண்மணி ആ ഗുഡ് ഗുഡ്. ആ ബദൽ பதில் சொல்லு நீ സോ சொல்லு മക്കളെ നീ അല്ലടാ, നീ നീ സൊല്ലു നീ. சொல்லு நீ சொல்லு நீ ആ ഗുഡ്. ആഹാ നിധി കൂടുതലെന്ത് വേണം എല്ലായി. അതുപോലെ കുറച്ച് തമിഴിൽ കുറച്ച് കറക്ഷൻസ് ഉണ്ട് മോളെ. അത് മോളെ സോറി, നിന്നെ കണ്ട അങ്ങനെ തോന്നി എനിക്ക്. മക്കളെ ചക്കരെ മോനെ കുറച്ച് തമിഴില്ലേ കുറച്ച് അത് എപ്പോഴെങ്കിലും ഫ്രീ ടൈം കിട്ടുമ്പോൾ വന്നാലും നമുക്കത് കറക്റ്റ് ചെയ്യാം, പക്കയാക്കാം കേട്ടോ. ഉഗ്രായിട്ട് പാടി കുഞ്ഞ്, അത് ഒരു സംശയമല്ല മക്കളെ, നന്നായിട്ട് തന്നെ പാടി. അപ്പോൾ ഓൾ ദ ബെസ്റ്റ് മക്കളെ. താങ്ക് യു സർ. താങ്ക് യു ശരത് സർ.
ഷാനിക. അർജുൻ എന്തോ അടിപൊളിയായിട്ട് പാടിയടാ. താങ്ക് യു സർ. ഓക്കെ, പിന്നെ ഈ കാര്യങ്ങളൊക്കെ അങ്ങ് എടുക്കുക കേട്ടോ, പോസിറ്റീവായിട്ട്. ഓക്കെ, അർജുൻ നല്ല പാട്ടുകാരനാണ്, നന്നായിട്ട് പാടിയിട്ടുണ്ട് കേട്ടോ. താങ്ക് യു സർ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷാനിക. ഹരിചേട്ടാ. എല്ലാം പറഞ്ഞു കഴിഞ്ഞു ശരത്തേട്ടൻ, എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട്. എൻ്റെ ഡിക്ഷൻ ആണെങ്കിലും അത്ര പഠിച്ചിട്ടുള്ള ആളാണ് ആ പാട്ട്. പിന്നെ കൂടുതലൊന്നും പറയുന്നില്ല. മോൻ നന്നായിട്ട് പാടി. ആ ഒരു നിന്റെ പെർഫോമൻസിൽ ആ പാട്ടിന് വേണ്ട ഒരു ഇതുണ്ടല്ലോ, ഒരു എനർജി, ആ ഒരു സ്വിങ്, ഒരു അപ്പം അതുണ്ടായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ എനിക്ക് ഒരു അനുപല്ലവിയിലൊരു ഇതുണ്ടല്ലോ, ഒരു സംഗതി, അതൊന്ന് പാടാമോ മോനെ അനുപല്ലവി ഒന്ന്? നെക്സ്റ്റ് சொல்லாத செய்கையில நிஜாட செய்கையில അടുത്തത് கல்லாகி போன நானோ അതൊക്കെ ക്ലിയർ ആയില്ല, അതൊന്നുകൂടി ഒന്ന് പാടിക്കാതെ മോനെ. கல்லாகி போன തന്നാനല്ലേ, തന്നാനാ താൻ. അത് എനിക്ക് ആ നോട്ട്, അതുപോലെ അതിന്റെ ആ ലാസ്റ്റ് വേർഡ് അത് ഒന്ന് മൊത്തത്തിൽ പാടിക്കേ. கல்லாகி போன நானோ கண் பார்த்தாளாவே ആളാവേ. അത് എല്ലായിടത്തും അത് പോയി. അത് ആ സംഗതി ഒരിടത്തും വർക്കായില്ല. ആളാവേ. അതാണ് ഓൾമോസ്റ്റ് അതാണ്. അപ്പം അത് എന്താ പറയുക, അവരൊക്കെ പാടി വെക്കുമ്പോൾ അത് ഭയങ്കര സ്വീറ്റായിട്ടാണ് പോകുന്നത്. അപ്പം നമ്മൾ വിചാരിക്കും ഇത് എളുപ്പമാണെന്ന്, പക്ഷെ ആ സംഗതിയൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് അതിൽ. എനിവേ നൈസ്, ഗുഡ്. താങ്ക് യു സർ. താങ്ക് യു ഹരിചേട്ടാ. അർജു, മാർക്സ് ചോദിക്കാം. ചെയ്യാം. ഷാനിക. അർജുൻ, എന്തോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഐ എം ഗിവിംഗ് യു 9. താങ്ക് യു സർ. ഓക്കെ ഹരിചേട്ടാ. 8.5. താങ്ക് യു സർ. 17.5 മാർക്സ് ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ നല്ല മാർക്സ് ആണ്. ഇനി അടുത്ത റൗണ്ട് നന്നായി പ്രാക്ടീസ് ചെയ്തോ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.